ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ കുറച്ച് ഭാഗം പറയാട്ടോ, ഒന്ന് ചെറുതാക്കിയിട്ട്. കാരണം ഇന്നത്തെ എപ്പിസോഡ് ഇടാൻ പറ്റിയില്ല, കാണാത്തവർക്കായിട്ട് മാത്രമാണ് പറയുന്നത് കേട്ടോ. അങ്ങനെ നമ്മുടെ മനോഹർ സരയുവിൻ്റെ അരികിലേക്ക് ചെല്ലുകയാണ്. അങ്ങനെ സരയു ഭയങ്കര കരച്ചിലൊക്കെയാണ് മനോഹരനെ കാണാത്തതിൽ. അങ്ങനെ സരയു കാണുമ്പോൾ ഓടിച്ചെന്ന് മനോഹരനെ കെട്ടിപ്പിടിക്കുകയും പരിഭവം പറയുകയും പരാതി പറയുകയൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ മനോഹർ ഇങ്ങനെ അവളിങ്ങനെ ആശ്വസിപ്പിച്ചൊക്കെ നിന്നതിന് ശേഷം ഒരു 5 ലക്ഷം രൂപ തനിക്ക് പെട്ടെന്ന് തന്നെ വേണം, തൻ്റെ അക്കൗണ്ടിൽ നിന്ന് പൈസ എടുക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് അഭിനയിച്ച് തകർക്കുന്നുണ്ട് മനോഹർ. കേട്ട പാതി കേൾക്കാത്ത പാടി ഓടിച്ചെന്ന് അവളാണെങ്കിൽ ഒരു ചെക്ക് എഴുതി 5 ലക്ഷത്തിൻ്റെ ചെക്ക് എഴുതി അങ്ങോട്ട് കൊടുക്കുകയാണ്. ഇനിയിപ്പോൾ അപ്പോൾ വേണ്ട മോൾ, അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്നൊക്കെ മനോഹർ തകർത്ത് അഭിനയിക്കുന്നുണ്ട്. പിന്നെ സരയു പറയുന്നുണ്ട്, എൻ്റെ എല്ലാ സ്വർണ്ണങ്ങളും വിറ്റിട്ട് അതൊക്കെ തന്നെ ബാങ്കിലിടണം, മനുവേട്ടൻ്റെ അക്കൗണ്ടിൽ തന്നെ ഇടാമെന്ന് പറയുമ്പോൾ അപ്പോൾ വലിയ ആശ്വാസമാവുകയാണ് നമ്മുടെ മനോഹറിന്. പിന്നെ തന്നെയല്ല, ഈ 5 ലക്ഷം രൂപ വന്ദനയ്ക്ക് വേണ്ടിയിട്ടുള്ള പൈസയാണ്. അവളെ ഒന്ന് സ്നേഹിക്കാനൊക്കെ വേണ്ടിയിട്ടാണ് ആ ഒരു 5 ലക്ഷം രൂപ അവളിൽ നിന്ന് വാങ്ങിക്കുന്നത്. ഇതേ സമയത്താണെങ്കിൽ നമ്മുടെ രാഹുൽ ആ ഒരു ഗുണ്ടയെ വിളിച്ചു വരുത്തുന്നുണ്ട്. എന്നിട്ട് വിക്രത്തിനെ പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഇവനോട് ചോദിച്ചാൽ മതി, ഇവൻ എല്ലാ സഹായവും ചെയ്തു തരും എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ ഗുണ്ടയാണെങ്കിൽ ഭയങ്കര ആത്മവിശ്വാസത്തിലാണ്, മുരുകൻ എന്നാണ് അവൻ്റെ പേര്. അപ്പോൾ പറയുന്നുണ്ട് നല്ല ആത്മവിശ്വാസത്തിലാണ്. എന്തായാലും ഇതിലെന്തും എനിക്കൊരു പാളിച്ചയും സംഭവിക്കില്ല, ഒരാളുടെ സഹായം എനിക്ക് വേണ്ടെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. എന്തായാലും ആവശ്യം വരികയാണെങ്കിൽ ഞാൻ വിളിക്കാമെന്ന് പറഞ്ഞ് അവിടെയൊന്നും പോകുന്നുണ്ട്. അതിനുശേഷമാണെങ്കിൽ നമ്മുടെ മനോഹരനെയാണ് കാണിക്കുന്നത്. മനോഹർ വന്ദനയെ പെണ്ണ് കാണാൻ വേണ്ടി വരികയാണ്. അപ്പോൾ ഇവിടെയാണെങ്കിൽ വന്ദന എല്ലാവരും ചേർന്ന്, വരുൺ എല്ലാവരും ചേർന്ന് വന്ദനയാക്കി മാറ്റുന്നുണ്ട്. കല്യാണിയും അതുപോലെ നിഷയും ജുബാനും എല്ലാവരും ചേർന്ന്, അങ്ങനെ ഇതൊക്കെ ചേർന്നിട്ട് അതിനുശേഷം ചായയൊക്കെ കൊണ്ട് വന്ദന അവിടേക്ക് വരുന്നുണ്ട്. അപ്പോൾ അവർക്ക് തമ്മിൽ എന്തെങ്കിലും സംസാരിക്കണമെങ്കിൽ സംസാരിച്ചോട്ടെ എന്നൊക്കെ ഇങ്ങനെ അതായത് വരുണിൻ്റെ അച്ഛനും അമ്മയും പറയുന്നുണ്ട്. അങ്ങനെ മാറി നിന്ന് സംസാരിക്കുകയാണ് അവർ. അതേ സമയത്ത് വരുണിൻ്റെ അച്ഛനമ്മയും പറയുന്നുണ്ട്, ഇവൻ്റെ ഈ ആക്ടിങ് കണ്ടാൽ ഏത് പെൺകുട്ടിയാണ് വീഴാത്തത്, ഇവന് എന്തുമാതിരിയാണ് ഇവൻ അഭിനയിച്ച് തകർക്കുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. അതെ എന്തായാലും അവൻ്റെ മനസ്സിലിപ്പോൾ 100 ചന്ദ്രൻ ഉദിച്ച മാതിരിയാണെന്ന് പറയുമ്പോൾ അതെ അത് കുറച്ച് കഴിയുമ്പോൾ അത് സൂര്യനായി മാറും, അപ്പോഴവന് മനസ്സിലാവുള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ നിൽക്കാണ്. എന്തായാലും എല്ലാ പെണ്ണുങ്ങളും അവിടെ റൂമിൽ തന്നെയുണ്ട്, അവിടെ മാറി നിൽക്കാണ്, കല്യാണിയും നിതയും അടക്കം. അതിനുശേഷമാണെങ്കിൽ എന്തായാലും ഇതൊക്കെയാണ് എന്തായാലും ഇന്നത്തെ എപ്പിസോഡിൽ കാണിക്കുന്നത്. പിന്നീട് നമ്മുടെ രാഹുൽ തയ്യാറാക്കിയ ആ ഗുണ്ടയാണെങ്കിൽ അത് നേരെ കാല് മാറുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ഗംഗപ്രസാദ് വരുന്നുണ്ട്. ഗംഗപ്രസാദും ഇവനും തമ്മിൽ നല്ല കോണ്ടാക്റ്റ് ഉണ്ട്. തന്നെയല്ല, കിരണിനെ കൊല്ലാനാണ് വന്നതെന്ന് അറിയുമ്പോൾ ഗംഗപ്രസാദ് തടയുന്നുണ്ട്. കിരണിനെ കൊല്ലാൻ ഏർപ്പാടാക്കിയെന്ന് രാഹുലാണെന്നുള്ള സത്യങ്ങളൊക്കെ തിരിച്ചറിയുമ്പോൾ രാഹുൽ കൈയൊഴുകുകയാണ്. രാഹുൽ പറയുന്നുണ്ട്, ഞാനല്ല, അത് വിക്രമാണ് ചെയ്തിട്ടുള്ളത്, വിക്രം പ്രകാശനും കൂടിയിട്ടാണ് അങ്ങനെയൊക്കെ ചെയ്തിട്ടുള്ളത്, കല്യാണിയോടുള്ള ദേഷ്യത്തിൻ്റെ പുറത്താണെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ രാഹുൽ നേരെ ആ കുറ്റം വിക്രത്തിൻ്റെയും പ്രകാശിൻ്റെയും തലയിലിടുകയാണ്. വിക്രത്തിനെ പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവുകയും ചെയ്യുന്നുണ്ട്. കാരണം ഇനിയും അവനെ ഇതുപോലെ പുറത്തിറക്കി വിട്ട് കഴിഞ്ഞാൽ അവൻ ഇനിയും ഇതിലും വലിയ ക്രൂരതകൾ ചെയ്യും. അവൻ ഒരു ക്രിമിനൽ സ്വഭാവമുള്ള ആളായതുകൊണ്ട് തന്നെ അവനെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോഴായിരിക്കും രാഹുലിന്റെ മറ്റൊരു ചതിയും കൂടി മനസ്സിലാക്കുന്നത് വിക്രം പ്രകാശനും. അങ്ങനെയൊക്കെ ഒരു ഭാഗമാണ് എന്തായാലും വരാൻ പോകുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, ബൈ, താങ്ക് യു.